പിന്നെ ഞങ്ങൾക്കുള്ളിൽ നടന്ന കുറേ ദുഃഖകരമായ കുറേ വിഴപ്പലക്കളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ പറയേണ്ടത് അവിടെ ജനറൽ ബോഡിയിലാണ്. അത് ഞാനപ്പോൾ പറയാം. വീണ്ടും നിന്നുപോയൊരു സംഭവം വീണ്ടും നമ്മൾ കുത്തിപ്പോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെല്ലാവരും വിളിച്ചിട്ടും നിശബ്ദമായി നിന്നതൊന്നും പറയാനില്ലാത്തതുകൊണ്ടല്ല. പക്ഷെ പറഞ്ഞ് വീണ്ടും പ്രശ്നമാക്കണ്ടല്ലോ എന്ന് വരുന്നു. വേറെ എന്തെങ്കിലും ചോദിക്കാമല്ലോ? മോനെ, എന്നെ കുറിച്ച് പറഞ്ഞാലേ ആൾക്കാർ വിശ്വസിക്കുള്ളൂ. വേറെ ആരെങ്കിലും കുറച്ച് പറഞ്ഞ് വിശ്വസിക്കുമോ? എന്നെ എല്ലാത്തിലും പറയാമല്ലോ. ഇപ്പൊ ശ്വേത എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ശ്വേതയ്ക്കെതിരെ പോലും എനിക്കെതിരെ ആൾക്കാർ പ്രചരണം അഴിച്ചു വിട്ടു. അത് ശ്വേതയ്ക്കും അറിയാം, എനിക്കും അറിയാം. അപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വസിക്കാം എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. വേറെ ആരെ കൊണ്ട് പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതുകൊണ്ടാണ്. അതെല്ലാം കണ്ടുപിടിക്കട്ടെ. ആദ്യമേ ഞാൻ ആവശ്യപ്പെടുന്നത് പുതിയ ഭരണസമിതി ഈ പറഞ്ഞത് ആരാണ്, ഈ കേസ് കൊടുത്തതിന്റെ പിന്നിൽ ആരാണ്, ഇതെല്ലാം അവർ കണ്ടുപിടിക്കണം. അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു അംശം ഞാനുണ്ടെങ്കിൽ ഞാൻ ഈ അഭിനയം നിർത്തിപ്പോവും. സംഘടനയെന്നല്ല, അഭിനയം നിർത്തിപ്പോവും. ഞാൻ ശ്വേതയോട് പറഞ്ഞു, ശ്വേത ഞാൻ എത്രയോ വർഷമായിട്ടുള്ള പരിചയമുള്ളതാണ്, ശ്വേതയ്ക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ കൂടുതൽ എന്താ പറയുക, എന്നെക്കുറിച്ച് എന്തും പറയാം, പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കും. ഇപ്പം ഞാൻ ഭീകരനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയാം. അതുകൊണ്ടാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ?